സുഹൃത്തുക്കളെ, ഇത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ പൊന്നാനി മണ്ഡലക്കാരനാണ്. പൊന്നാനി മണ്ഡലം നമ്മുടെ ലോകസഭ വെച്ച് നോക്കുമ്പോൾ പൊന്നാനിയും പാലക്കാടുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് നമ്മുടെ പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത്. ഒരു വലിയ പ്രദേശമാണ്. എന്നാൽ ഈ പ്രദേശത്ത് നമ്മൾ ഇതിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കുകയാണെങ്കിൽ പൊന്നാനി എന്ന് പറയുന്നത് ലോകസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മുഴുവൻ സമയം UDF വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി മാത്രമായിട്ട് ഒഴിഞ്ഞു വെച്ചൊരു പ്രദേശമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഇതുവരെയും അതൊരു മറ്റാർക്കെങ്കിലും ഒരു നേടിയെടുക്കാൻ കഴിയുന്ന പ്രദേശമായിട്ട് ഒരിക്കലും പൊന്നാനി മാറിയിട്ടില്ല. പക്ഷെ അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ ഇത് LDF അനുകൂലമായിട്ടൊക്കെ പൊന്നാനിയുടെ ചില പ്രദേശങ്ങളൊക്കെ നിന്നിട്ടുണ്ട് താനും. നമുക്ക് ഇതിന്റെ ഒരു കണക്കെടുപ്പൊക്കെ മറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര രസകരമായ ചില കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാനിയുടെ ഒരു ലോക്സഭാ ചരിത്രത്തില് മുസ്ലിം ലീഗ് മാത്രമായിരുന്നു പറയാൻ വേണ്ടിയിട്ട് 1977 GM ബനാത്വാലയാണ് ആദ്യമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് ഇവിടെ മത്സരിക്കുന്നത്. അത് മുതൽ 1999 വരെ GM ബനാത്വാല എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 തവണ, ചിലരല്ല കേട്ടോ, 8 തവണ GM ബനാത്വാലയായിരുന്നു ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയത്. എനിക്ക് തോന്നുന്നത് GM ബനാത്വാലയ്ക്ക് പൊന്നാനിയുടെ പ്രദേശത്തിന്റെ വലിപ്പം പോലും ഒരു പിടുത്തം ഉണ്ടാവില്ല. ഞാനൊക്കെ എന്റെ ഉണ്ടോന്ന് വലിപ്പെടുത്തില്ല, പക്ഷേ ആളുകൾ പറഞ്ഞു കേട്ടതായിട്ട് കഥകളിലൊന്ന് GM ബനാത്വാല എന്ന് പറയുന്ന മനുഷ്യർ ഒരു തുറന്ന ജീപ്പില് ആളുകളോട് ടാറ്റയും കാണിച്ചൊരു ഒറ്റ പോക്കാന്നാണ്. ആ ഒറ്റ പോക്കും അത് GM ബനാത്വാലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വോട്ട് ചെയ്ത് കളയും. അതായത് കോണിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരം സ്വർഗം കിട്ടും എന്ന് പറയുന്ന ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയ സംഗതികളായിരുന്നു. അങ്ങനെ അന്ന് കോണിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാവം ജനത മുഴുവൻ രാഷ്ട്രീയപരമായിട്ട് പറ്റിക്കപ്പെടുകയായിരുന്നു. ഇങ്ങനെ പറ്റിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടായിരിക്കണം 8 തവണ GM ബനാത്വാല ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചു പോയത്. പിന്നെ ഈ മനുഷ്യൻ ഈ പ്രദേശം കണ്ടിട്ടില്ല. പിന്നെ വരിക അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറയുന്നത് അങ്ങനെ 8 തവണ നമ്മുടെ മുസ്ലിം ലീഗ് ഭരിച്ചിട്ട് നമ്മുടെ ഈ പൊന്നാനി പ്രദേശത്തിന് എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടപൂജ്യം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരു വസ്തു പോലും നമ്മുടെ പ്രദേശത്തെ വികസനത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ആ ഒരു കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുണ്ടാവില്ല. മുസ്ലിം ലീഗ് മാത്രമല്ല കേട്ടോ, അന്നത്തെ UDF പൊതുവെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു രീതികൾ. അതിനുശേഷം നോക്കിക്കോളൂ, 2004 മുതൽ ET മുഹമ്മദ് ബഷീറിന് 2019 വരെ ഇവിടെ ജയിച്ചു പോയത്. ET മുഹമ്മദ് ബഷീർ വീണ്ടും നമ്മുടെ പ്രദേശത്ത് മത്സരിക്കുമെന്നൊരു വിവരം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2004, 2009, 2014, 2019 1, 2, 3, 4 തവണ ഇവിടുന്ന് മത്സരിച്ച് ജയിച്ചിട്ടും ഈ ഒരു പൊന്നാനി എന്ന് പറയുന്ന പ്രദേശത്തിന് വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പൊന്നാനിക്കാർക്ക് ബോധ്യമായതിന്റെ കാരണമായിട്ടായിരിക്കണം നമ്മുടെ ET മുഹമ്മദ് ബഷീറിനെ മെല്ലെ ഇവിടുന്ന് തട്ടിയിട്ട് മലപ്പുറത്തേക്ക് അവർ കൊണ്ടുവിട്ടു. അങ്ങനെ മലപ്പുറത്ത് കുറെ കാലമായിട്ട് അവിടെ വിജയിച്ച് പോയിരുന്ന ആ ഒരു മനുഷ്യനെ നേരെ ഇങ്ങോട്ടും കൊണ്ടുവിട്ടു. ഗംഭീര പ്രാസംഗികനാണ്, മതപ്രഭാഷണമൊക്കെ നടത്തുന്ന അതിഗംഭീരമായിട്ടുള്ള മനുഷ്യനാണ്. നല്ല വിവരമുണ്ട്, നല്ല വാക്ചാതുര്യമുണ്ട്, നല്ല അറിവുണ്ട്, നല്ല പുസ്തകവായനക്കാരാണ്. പക്ഷേ രാഷ്ട്രീയം ഒട്ടും യോജിക്കാത്ത ഒരു മനുഷ്യനാണ് ഇപ്പൊ പൊന്നാനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മാറ്റിക്കളിക്കലാണ്. ഒരുപക്ഷെ അത് സ്വന്തം അണികളിൽ നിന്നുള്ള ഒരു ചെറിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ മാറ്റിക്കളിച്ചെന്നുള്ള ഒരു ഉള്ളു സംസാരമൊക്കെ ഉണ്ട്. പക്ഷേ യുവാക്കൾക്കൊന്നും കെടുക്കുന്നില്ല. ഇപ്പോഴും ആ പ്രായം ചെന്ന ആൾക്കാർ എങ്ങനെ തട്ടിമാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് 1977 തുടങ്ങിയ കളിയാണ്. അവിടുന്ന് 2019 വരെ 8 വരെ നമ്മുടെ GM ബനാത്വാല 8, 9, 10, 11, 12 കഴിഞ്ഞ 12 വർഷമായി പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലം നമ്മുടെ UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ തറവാട് സ്വത്ത് പോലെ അവരിങ്ങനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. അവിടേക്കാണ് ഇപ്പോ ജയിക്കുവാൻ വേണ്ടി എന്നത് ഉറപ്പോട് കൂടിയിട്ട് LDF സ്ഥാനാർത്ഥി കൂടി വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു കണക്ക് നോക്കാം. നമ്മുടെ തിരൂരങ്ങാടി മണ്ഡലം കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരൂരങ്ങാടി മണ്ഡലത്തില് കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീറിന് ലഭിച്ചത് 85,428 വോട്ടായിരുന്നു. കഴിഞ്ഞ തവണ LDF വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മത്സരിച്ച് PV അൻവർ പുത്തൻ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയത് 38,444 വോട്ടായിരുന്നു. എവിടെ? നമ്മുടെ തിരൂരങ്ങാടി മണ്ഡലത്തിൽ കിട്ടിയത്. അവിടെ VT രമ ഉണ്ടായിരുന്നു. ആ ഒരു കണക്ക് നമ്മൾ നോക്കണ്ട. BJPയുടെ കണക്ക് ഞാൻ മെല്ലെ തള്ളിക്കളയുന്നു. ഇവര് രണ്ടുപേരും നമ്മളെ കണക്കുകൾ മാത്രം നമുക്ക് നോക്കാം. എന്തൊക്കെയായാലും ഈ കണക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം VT രമ ഏകദേശം പലയിടത്തും വോട്ടിന്റെ ശതമാനം കൂടി വരുന്ന അവസ്ഥയിലേക്ക് BJPക്കാരൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും ET മുഹമ്മദ് ബഷീറിന്റെ PV അൻവറിന്റെ മാത്രം കണക്ക് നോക്കാം. ഇദ്ദേഹത്തിന് ET മുഹമ്മദ് ബഷീറിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് തിരൂരങ്ങാടിയല്ല, അത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ തിരൂരിലാണ്. അവിടെ കിട്ടിയിട്ടുള്ളത് 100,734 വോട്ടുകളാണ്. അതേസമയം തിരൂരില് നമ്മുടെ PV അൻവറിന് കിട്ടിയത് 49,349 വോട്ട് മാത്രമാണ്.
ഇങ്ങനെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറിന് ആയിരുന്നു ഈ ഭാഗ പ്രദേശങ്ങളിൽ മുഴുവൻ വോട്ട് കൂടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേ സമയം തന്നെ ചില പ്രദേശങ്ങളിൽ നമ്മുടെ പി.വി. അൻവറിന് ചെറിയ സാധ്യതകളൊക്കെ കാണാനുണ്ടെന്ന്. വളരെ കുറഞ്ഞ ഒരു സംഖ്യക്കാണ് പി.വി. അൻവർ തോറ്റുപോയത് നമുക്ക് പറയാം. ഇങ്ങനെ താനൂർ നോക്കുകയാണെങ്കിൽ 75,210 വോട്ട്, തവനൂർ നോക്കുകയാണെങ്കിൽ 62,481 വോട്ട്, പൊന്നാനി നോക്കുകയാണെങ്കിൽ 61,294 വോട്ട്, പി.വി. അൻവറിന് കിട്ടിയത് 51,555 വോട്ട്. വളരെ കുറച്ച് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. തൃത്താല 58,496 വോട്ടാണ് ഇ.ടി. കിട്ടിയതെങ്കിൽ 50,992 വോട്ടായിരുന്നു അവിടെ പി.വി. അൻവർ കിട്ടിയത്. അവിടെയും വളരെ നേരിയ ഒരു ഭൂരിപക്ഷം മാത്രമാണ് ഇ.ടി. മുഹമ്മദ് ബഷീറിനുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും LDFന് ഇത്തവണ വൃത്തിയായിട്ട് കളിക്കുകയാണെങ്കിൽ ഈ വോട്ടുകളൊക്കെ മറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ UDFന് തന്നെ, നമ്മുടെ മുസ്ലിം ലീഗിലത്തെ പല അണികൾക്ക് തന്നെ ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഈ മനുഷ്യനൊക്കെ മടുത്തിരിക്കുന്നു. ഇ.ടി. മുഹമ്മദ് ബഷീർ മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ ഏകദേശം മടുത്തിരിക്കുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുക എന്നല്ലാതെ ആ ഒരു മണ്ഡലത്തിന് വേണ്ടി ജയിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും ചെയ്യുന്നില്ല. എന്തിനേറെ നമുക്ക് ഇവിടുന്ന് എന്തിനാ അവരൊക്കെ ജയിച്ചു പോകുന്നത്? നമുക്ക് വേണ്ടി സംസാരിക്കാനാ, നമുക്ക് നേരെ ചൂണ്ടി വരുന്ന ചില കൈകളൊക്കെ ഒടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്, നമുക്കെതിരെ ഉണ്ടാക്കുന്ന ചില നിയമങ്ങൾക്കെതിരെ ശക്തമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ ശക്തമായി സംസാരിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും മുസ്ലിം ലീഗിന്റെ ആൾക്കാര് അവിടെ സംസാരിക്കുന്ന പകരമായിട്ട് ഇവിടെ ബിരിയാണി തിന്നാൻ വേണ്ടി വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു കാഴ്ച ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു തവണയെങ്കിലും പൊന്നാനി എന്ന് പറയുന്ന ആ ഒരു പ്രദേശം മാറി ചിന്തിക്കുക തന്നെ വേണം. ഒറ്റ തവണയെങ്കിലും ആ ഒരു മാറ്റചിന്ത ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ LDF ജയിക്കുകയും എങ്ങനെയാണ് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എങ്ങനെയാണ് ഈ പ്രദേശത്തിനുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടും ആ LDFന്റെ ഭാഗമായിട്ട് ജയിച്ച ആളുകൾക്ക് നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എന്തായാലും ഇതെന്തൊക്കെ സംഭവിക്കുന്ന വലിയ പിടുത്തമൊന്നുമില്ല. ഇങ്ങനെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഒരു കുടുംബ സ്വത്ത് പോലെ അടക്കി വാണ്ടിരുന്ന ഈ പ്രദേശത്തെ എങ്ങനെയെങ്കിലും നമ്മുടെ LDFന് കിട്ടുമോ കിട്ടില്ല എന്ന് ഈ ഒരൊറ്റ തവണ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളെല്ലാം ഏകദേശം അവതാളത്തിലാണ്. LDFന് തന്നെ ചെറിയ സാധ്യതയും പൊന്നാനിയിൽ കാണുന്നുണ്ട് താനും. അപ്പോൾ ബൈ.